ഇവിടെ ഒരാൾ വണ്ടിയുമായിട്ടാ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇത് ആർക്കെങ്കിലും ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊല്ലം ഞാൻ ഇനിയും ഇവള് വാക്കുകള് സൂക്ഷിച്ച് സംസാരിച്ചെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ഇപ്പോഴും ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. എനിക്ക് സംശയമുണ്ട് നൂബിൻ്റെ അടുത്ത് എന്നെയാണോ കോണ്ടസയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വിത്തൗട്ട് എനി ഡൗട്ട് നൂബിൻ പറയും കോണ്ടസ. ഈ വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ എന്നെ സമാധാനം എനിക്ക് തരുന്നില്ല. ഞാൻ പറഞ്ഞേ, ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും അയ്യോ അതൊരു വലിയ അബദ്ധമായി പോയല്ലോ എന്ന് ഡേ ടു ഡേ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണിത്. അപ്പം നമ്മുടെ വണ്ടി ഒരു വെറൈറ്റി വേണം, നല്ലപോലെ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ നോക്കണം എന്നൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആൾക്കാർ കാണുമ്പോൾ നോക്കണം. ആൾക്കാർ കാണുമ്പോൾ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ വണ്ടിക്ക് എന്തോരം രൂപ കൊടുത്ത് പൈസ മുടക്കി പണിതെന്നറിയാം. അത് പണിതോട്ടെ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞില്ല, എല്ലാം സീക്രട്ടായിട്ട് വെച്ച്. ഞാൻ ഒരു ദിവസം പേടിഎമ്മോ ഗൂഗിൾ പേയോ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ പൊക്കിയപ്പോൾ എത്ര ലക്ഷങ്ങൾ ഇതിന് മുടക്കിയെന്നറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞ അതിന് ചെറിയ സാധനം പോയി കിടക്കുക, അത് നന്നാക്കാൻ 10-20,000 രൂപയോ മാക്സിമം അത്ര ആവത്തുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ലക്ഷങ്ങൾ. പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഒരു വൈഫ് എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ കെട്ടിയവൻ ഇങ്ങനെ പഴയ സാധനങ്ങളോട് എന്റെ കെട്ടിയവൻ ഇങ്ങനെ പഴയ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അതിന് ഉള്ള വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ പൈസ മുടക്കി അത് പണിതിട്ട് എന്താ ചെയ്യുന്നറിയോ? ഇവിടെ ഇങ്ങനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ അങ്ങ് നിരത്തി അങ്ങ് ഇടും. വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ വണ്ടിയുടെ വാല്യൂ എങ്ങനെയാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് മഴ പെയ്യുന്നു. ഇങ്ങ് വാ ഗായ്സ്, ഞാൻ എന്റെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഈ ബ്ലോഗിന് ബാക്കി തുടർന്നതായിരിക്കും. വേണമെന്നില്ല, നീ പൊക്കോ. അതും കൊണ്ട് ഇവളിഞ്ഞ് കഴിഞ്ഞാൽ തെരു പറഞ്ഞു കൊല്ലും. ഇതിന്റെ വണ്ടി ഭ്രാന്തന്മാർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഭ്രാന്തന്മാർക്ക് എന്ന് പറഞ്ഞാൽ മതി. വണ്ടി ഭ്രാന്തുള്ള കെട്ടിയവന്മാരെ കല്യാണം കഴിക്കാതിരിക്കുക, അതാണ് എനിക്ക് തരാനുള്ളത്. അതുപോലെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ വണ്ടി ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് ഗിഫ്റ്റ് ചെയ്ത് അവരെ സൂചിപ്പിക്കാന്ന് വിചാരിക്കരുത്. അതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. ഗായ്സ്, നിങ്ങൾ ഇപ്പൊ ഇത് തന്നെ നിങ്ങൾ നോക്കണം. ഇവൾ ഒരു സ്ഥിരത ഇല്ലാത്ത ആളാണ്. ഇവള് കുറച്ച് ഇതിന് മുമ്പത്തെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോയിൽ പറഞ്ഞു കല്യാണം കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണം. എനിക്ക് അത് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരാൾക്ക് എല്ലാ ക്വാളിറ്റിയും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇങ്ങനത്തെ കുറച്ച് വട്ടും ഭ്രാന്തും ഒക്കെ ഉള്ളവരും കാണും. ഈ നല്ല മനുഷ്യന്മാര് എന്തെങ്കിലും ചെയ്യുമ്പോ പ്രകൃതി പ്രകൃതി സന്തോഷിച്ച് മഴ പെയ്യും. കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് മഴ പെയ്താൽ നല്ല ലക്ഷണമാണെന്നൊക്കെ പറയും. അതെ അതെ, ഫസ്റ്റ് നൈറ്റ് നല്ലപോലെ അവർക്ക് ആഘോഷിക്കാൻ പറ്റും. നല്ല ലക്ഷണം, നല്ല കാറ്റ്, മഴ, തണുപ്പ്. അതല്ല കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ. ഇവിടെ ഒരാൾ വണ്ടിയുമായിട്ടാ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്ത് വണ്ടി? നമുക്ക് ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെന്റ്ലിയോ ബെൻസോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളൊരു അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. വഴക്കുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിതോട്ടെ. എൻ്റെ അടുത്ത് പറഞ്ഞത് പണിതെല്ലാം ഇറക്കി കഴിയുമ്പം ഇത് വെച്ചിട്ട് എന്തോ വലിയ മാർക്കറ്റിംഗ് ആണ്, ഇത് നമുക്ക് വലിയൊരു അസറ്റാണ്, മറ്റേതാണ് മറിച്ചതാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇട്ടിട്ട് വല്ലപ്പോഴും വർഷത്തിൽ ഒരു 3 മാസം കൂടുമ്പോൾ 2 ട്രിപ്പൊക്കെ ചുമ്മാ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണിക്കാൻ ഓട്ടിച്ചിട്ട് എന്ത് പ്രയോജനം? ഇല്ല ഗൈസ്, ഞാൻ എന്റെ നാട്ടിൽ കൊണ്ടുപോയി ഞാൻ റെന്റിന് കൊടുക്കും. അപ്പൊ അതുവരെ ഇത് പറയാൻ തുടങ്ങിയിട്ട് 3 കൊല്ലം. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം ആവുമ്പോൾ ഇവള് പച്ചക്കള്ളം. കല്യാണം കഴിഞ്ഞിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഇവള് ഗിഫ്റ്റ് ചെയ്ത് തരുന്നത്. എന്നിട്ട് 2 കൊല്ലം ആവാൻ പോകുന്നുള്ളൂ ഗൈസ്. അതിന് 1 കൊല്ലം നമ്മൾ പറയുന്നതാണ് വണ്ടി കൊണ്ടുവന്നിട്ട് റെന്റിന് കൊടുത്ത് ഞാൻ കാശൊക്കെ ഉണ്ടാക്കി ഭയങ്കര എന്നിട്ട് നീ എന്താ റെന്റിന് കൊടുക്കാത്ത? നാട്ടിൽ കൊണ്ടുപോകണം. അതിന് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിനൊരു കമന്റ് ഇട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം ഗൈസ്. നമ്മള് ആഗ്രഹം കൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ആർക്കെങ്കിലും ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിങ് മീ. ഞാനിത് വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. കോണ്ടസ ഏത് മോഡൽ? 89 മോഡല്. സോറി 85 മോഡൽ. 85 മോഡലാണ്. പെട്രോൾ ആണ്. പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കും മാത്രമേ ഉള്ളൂ ഗൈസ്, പക്ഷെ മേടിക്കാൻ പറ്റില്ല. വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. കീ വേണമല്ലോ സ്റ്റാർട്ട് ആക്കാൻ. എന്തിന് വണ്ടി? എന്നിട്ട് അയ്യോ. ഇപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ഇനി ഇറക്കുന്നതായിരിക്കും. മീൻസ് റോഡിൽ കൂടെ പോകുന്നതും ഹെലിക്യാമൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെലിക്യാം വെച്ചിട്ട് നല്ല നല്ല ഷോട്ടുകളും നമ്മൾ ഫോട്ടോഷൂട്ട് പോലും നല്ലതോർണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. ഈ സാധനം ഇത്രയും ഇറക്കിയിട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തു, ഇവള് എടുത്തില്ല. അപ്പം
ഇവിടെ ഞാനിങ്ങനെയും കൂടി ഒരു ഫോട്ടോഷൂട്ടിന് ചെയ്യുന്നുണ്ട്. പിന്നത്തെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം പ്രസൻറ്റിൽ എനിക്ക് സൂര്യയിലെ ഹൃദയം എന്ന് പറഞ്ഞൊരു സീരിയൽ നടക്കണം. നമ്മൾ നേരത്തെ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു പുതിയ വർക്ക് വരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാണ് നടക്കുന്നത്. രാത്രി 10 മണിക്കാണ്. അപ്പം അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്, എൻ്റെ സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ്. അപ്പം ആ വർക്ക് നന്നായിട്ട് പോകുന്നു. പിന്നെ വേറെ എന്നാണ്ട് ഇതിൻ്റെ വിശേഷം? ഒന്നുമില്ല. നിനക്ക് വണ്ടിയെ പറ്റി എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. വണ്ടിയെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി കാണിക്കുന്നില്ലേ? അല്ല, വണ്ടി ഇപ്പം അല്ല, അത് ഞാൻ മറ്റേ അടുത്ത വീഡിയോയിലേ കാണിക്കുന്നുള്ളൂ. ഇതൊന്നും ക്ലീൻ ഒന്നും ചെയ്തില്ല, ഞാൻ കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വണ്ടി മൊത്തം ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാവും. അടുത്ത ഇതിൽ ഗ്ലാസ് ഒക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇതിനെന്തല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയ. ഒരാഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും എന്നോട് ഇത് പറയും. വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ സമാധാനം തരത്തില്ല. ഇങ്ങനെ കിടക്കുന്നതിലും നല്ലത് ഇത് വിറ്റിട്ട് ആ പൈസ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ല, ഈ പഴയ വണ്ടിക്ക് ഡിമാൻഡ് കൂടുതലാന്ന് വേണ്ടി ഒറ്റ മനുഷ്യർ വാങ്ങിക്കാൻ വന്നിട്ടില്ല ഇതുവരെ. അത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അടി ഉണ്ടാക്കും. ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ അടി ഉണ്ടാക്കും. ഇനി നീ ഇതിന് സമാധാനം പറയാം, തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ പോയാൽ എന്ത് തീരുമാനം? പിന്നെ ഇത് എത്ര കാശ് മുടക്കി വാങ്ങിച്ചാണ് നീ എന്ത് ഇത് തോന്നിവാസം കാണിക്കുന്നത്? അത് ഞാനല്ലേ ഇപ്പൊ പഠിച്ചത്. കണ്ടോ, ആകാശം വരെ ശോഭിച്ചു എന്റെ കോൺഗ്രസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശോഭ. നീ ഇനിയും ഇവള് വാക്കുകള് സൂക്ഷിച്ച് സംസാരിച്ചെങ്കിൽ വണ്ടി കൊടുക്കാൻ ഒന്നും മിണ്ടാതിരിക്കാൻ വീട്ടിൽ പോടി ഗായ്സ്. അപ്പൊ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിനെ കൊണ്ട് വാ തുറപ്പിച്ച് കഴിഞ്ഞാൽ തെറി പറഞ്ഞ് കൊല്ലും ഗായ്സ്. ഈ മെയ് മാസത്തില് ഇവിടെ മഴ കിട്ടാതെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എങ്കിലും ഇവളുടെ ഈ വഴക്ക് പറയുമ്പോൾ മഴയായി. ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ ഗായ്സ്. ഓട്ടെ, മഴ പെയ്യുന്നെങ്കിൽ ഇവിടെ കൊണ്ട് കോണ്ടത്തെ തെറി പറയിപ്പിക്കാം. അപ്പൊ മഴ പെയ്തോളും. ബൈ ബൈ.